കേശവൻ സർ നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായ ഒരു നീക്കം അങ്ങനെ വിശേഷിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിപ്പോ നിരക്കുകളൊന്നും തന്നെ മാറ്റമില്ല. പക്ഷേ അങ്ങ് ദയവായ ഒരു വിലയിരുത്തലും കൂടി നൽകേണ്ടത്, ഒരു താരിഫ് യുദ്ധം എന്നുള്ളൊരു വലിയ പ്രതിസന്ധി ഭാരതത്തിന് മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് പോലും നമ്മുടെ ഡെഡ് എക്കോണമിയാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പരിഹസിച്ച ആളുകളെ നോക്കി നമുക്ക് നെഞ്ചുവിരിച്ച് പറയാൻ സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ? അങ്ങയുടെ വിലയിരുത്തൽ. അതായത് സാമ്പത്തിക വളർച്ചയുടെ കണക്ക് നമുക്ക് ഇതിനു മുമ്പ് വന്നപ്പോൾ തന്നെ നടപ്പ് സാമ്പത്തിക വർഷം, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ പാദം, ഫസ്റ്റ് ക്വാർട്ടറിന്റെ ഗ്രോത്ത് സാധാരണ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിലും അഖിലേന്ത്യാ തലത്തിലുള്ള കണക്കുകളെയും ഒക്കെ കടത്തി വെട്ടിക്കൊണ്ട് 7.8% എന്നുള്ള ഒരു നിലവിലേക്ക് ഉയരുകയുണ്ടായി ഈ വർഷത്തെ. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പം ഈ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല, ശരിയാണ്. പക്ഷേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, RBI പ്രൊജക്ഷൻ, ഈ വർഷത്തേക്കുള്ള വളർച്ചയുടെ പ്രൊജക്ഷൻ നേരത്തെ ഉണ്ടായിരുന്നത് 6.5% എന്നുള്ളത് ഇപ്പോൾ ഉയർത്തി ഈ വർഷത്തെ വളർച്ച 6.8%ആക്കി കാട്ടിയിരിക്കുന്നു. അപ്പൊ ടാരിഫ് യുദ്ധവും ടാരിഫിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ഈ ആദ്യത്തെ പാദത്തിന്റെ വളർച്ചയുടെ അടിസ്ഥാനത്തിലും മറ്റുള്ള കണക്കുകൂട്ടുകളിലും ഒക്കെ RBI പോലത്തെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അവർ വളരെ നിഷ്പക്ഷമായിട്ടാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. അവർ പോലും ഈ വർഷത്തെ വളർച്ചാ നിരക്ക്, ലോകമെമ്പാടും ടാരിഫ് യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് മറ്റുള്ള രാജ്യങ്ങളുടെ വളർച്ചാ നിരക്ക് പല രീതിയിലും കുറവ് പ്രതീക്ഷിക്കുമ്പോൾ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് നേരത്തെ നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതലായിട്ട് വരും എന്നുള്ളത് ശരിക്കും വളരെ നല്ല കാര്യമാണ്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണിത്. പക്ഷെ ഇപ്പോഴുള്ള അനുമാനം, ഈ വർഷത്തെ പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം സാധാരണ നമുക്ക് പരമാവധി നമ്മൾ ഉദ്ദേശിച്ചിരുന്ന 6% എന്നുള്ള ആ ലെവലിലേക്ക് ഒന്നും എത്തൂല എന്ന് മാത്രമല്ല, 4% കൂടി താന്ന് ഏകദേശം 2.5% പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം മാത്രമേ ഈ വർഷത്തിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളതും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. അതിപ്പോ ഒന്നോ രണ്ടോ സാധനങ്ങളുടെ വില നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പരിപ്പ് വർഗങ്ങളുടെ വില, തുവരപ്പരിപ്പിന്റെയൊക്കെ വില കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ചില മേഖലകളിൽ ഇപ്പോൾ കുറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിലക്കയറ്റം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രമല്ല, വളരെ പരിമിതമായ രീതിയിൽ 2%, 3% എന്നൊക്കെ പറയുന്നത് ശരിക്കും ഏറ്റവും കുറഞ്ഞ നിലവാരമാണ്. അപ്പൊ രണ്ട് രീതിയിലും വളർച്ച നമുക്ക് കൂടുതൽ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ. രണ്ടാമത്തത്, വിലക്കയറ്റം ക്രമാതീതമായി വർദ്ധിക്കില്ലെന്ന് മാത്രമല്ല, വളരെ കുറഞ്ഞ നിലവാരത്തിൽ സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ നിൽക്കുന്നു. ആ ഒരു കാരണം കൂടി കൊണ്ടാണ് പലിശ നിരക്കിൽ ഇപ്പം മാറ്റം വരുത്തിയില്ലെങ്കിലും സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി നിൽക്കുന്നു സാമ്പത്തിക മേഖലയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് നമ്മൾ ഈ ഇന്നത്തെ അനൗൺസ്മെന്റിൽ നിന്നും സാധാരണക്കാരും നമ്മളെപ്പോലെ ഈ എക്കോണമിയിൽ താല്പര്യമുള്ള ആൾക്കാരും മനസ്സിലാക്കേണ്ടത്. താങ്ക് യു. സർ, ഐസൻ ജോസാണ് സംസാരിക്കുന്നത്. സാറിന് കേൾക്കാമോ? ഹലോ, കേൾക്കാം ഐസൻ, പറഞ്ഞോളൂ. സാർ, ഐസനാണ് സംസാരിക്കുന്നത്. ഓക്കെ സാർ, ഇപ്പോൾ ഇന്നത്തെ ഈ RBI നിരക്ക് പ്രഖ്യാപിക്കുന്ന സഞ്ജയ് മൽഹോത്രയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞത് GST നിരക്കിലെ ആ ഒരു പരിഷ്കരണം കൃത്യമായും ഉത്പാദനക്ഷമതയെയും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ വിതരണത്തെയും അതിൻ്റെ വിപണി കൃത്യമായി നിലനിർത്തുന്നതിനെയും കൃത്യമായി സ്വാധീനിച്ചു. അത് പണപ്പെരുപ്പ് നിരക്കിനെ നിയന്ത്രിച്ചു എന്നാണ്. ഏത് രീതിയിലാണ് അത് സ്വാധീനിക്കുന്നത് ഈ വിപണിയെ? ഐസൻ, ഞാനും അതായത് ഈ GSTയുടെ അനൗൺസ്മെന്റ് വന്നപ്പോൾ പോലും എനിക്ക് അത്ര പെട്ടെന്ന് തോന്നിയില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഐസൻ, ഇപ്പൊ 48,000 കോടി അല്ലെങ്കിൽ 50,000 കോടിയാണ് ഒരു സാക്രിഫൈസ് ആയിട്ട്, അതായത് GST വെട്ടിക്കുറച്ചത് മൂലം സർക്കാരിന്റെ ടാക്സ് വരുമാനം, മൊത്തത്തിലുള്ള ഒരു ടാക്സ് വരുമാനം ഈ വർഷം 48,000 കോടി അല്ലെങ്കിൽ 50,000 കോടിയോളം കുറയും എന്നാണ് കണക്കുകൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ തോത് എന്തോ ആയിക്കൊള്ളട്ടെ, എല്ലാവർക്കും സമ്മതിക്കാമല്ലോ, ടാക്സിന്റെ തോത് കുറയ്ക്കുമ്പോൾ സർക്കാരിന്റെ ടാക്സ് വഴിയുള്ള വരുമാനം കുറയും എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഐസൻ, ഇതിലുള്ള ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ 48,000 കോടി അല്ലെങ്കിൽ 50,000 കോടിയുടെ വേറെ എന്തെങ്കിലും ഒരു ഇൻസെന്റീവ്, അതായത് ഈ അഫക്റ്റഡ് ആയിട്ടുള്ള സംരംഭകർക്കും കമ്പനികൾക്കും മറ്റുള്ളവർക്കും ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ടോ അല്ലെങ്കിൽ സബ്സിഡി ആയിട്ടോ മറ്റോ ഈ പണം കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പ്രയോജനകരമായി, കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെഷറാണ് ടാക്സ് കുറച്ച് കൊടുക്കുന്നത്.
ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? Yes, ഈ yes. 48,000 ഫിസിക്കലായിട്ട് വേണമെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് ഗവൺമെന്റ് അധിക ചെലവ് വരുത്താം. ആ അധിക ചെലവ് വരുത്തിയില്ല. പക്ഷെ അതേസമയം 48,000 രൂപ ഈ എക്കോണമിയിലേക്ക് കടത്തി വിട്ടു, ടാക്സ് കുറച്ചുകൊണ്ട് എന്നുള്ളത് കൊണ്ട് ആക്ച്വലി വലിയൊരു ഇഫക്റ്റ് രണ്ട് രീതിയിൽ. ഒന്ന്, വിലക്കയറ്റം അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിന്റെ തോത് ഈ ഒരു നടപടി കാരണം കൂടുതൽ നിയന്ത്രണ വിധേയമാവുന്നു. രണ്ടാമത്തത്, ഈ GDP-യുടെ ഒരു ഇമ്പാക്ട്, വളർച്ചയിലുള്ള ഇമ്പാക്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പഠനങ്ങൾ വെളിവാക്കുന്നത് അവരുടെ കയ്യിലുള്ള സമ്പാദ്യം വിലക്കുറവ് മൂലം സാധനങ്ങളുടെ, ഇപ്പം ഉദാഹരണത്തിന് എയർ കണ്ടീഷണർ, TV, കാറ്, മറ്റുള്ള സാധാരണക്കാര് വാങ്ങാൻ സാധ്യതയുള്ള കൺസ്യൂമർ ഡ്യൂറബിൾസിന്റെയും നിത്യോപയോഗ സാധനങ്ങളുടെയും മരുന്നിന്റെയും ഒക്കെ വില കുറച്ചതുകൊണ്ട്, മരുന്നിന്റെ ഒരു പക്ഷേ ഈ ഞാൻ പറയുന്നത് ബാധകമാവില്ല, ബാക്കി എല്ലാത്തിലും പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സമ്പാദ്യം മിച്ചം വരുമ്പോൾ അവരുടെ കൺസ്യൂം ചെയ്യാനുള്ള പ്രൊപ്പൻസിറ്റി കൂടും. അങ്ങനെ കൂടുമ്പോൾ ഏകദേശം 2.5 മടങ്ങൊക്കെയാണ് ഈ ടാക്സ് നിരക്ക് കുറയ്ക്കുന്നത് വഴി GDP-യുടെ വളർച്ചയ്ക്ക് ഉപോത്ബലകമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാകാനുള്ള സാധ്യത 2.5 മടങ്ങ് അല്ലെങ്കിൽ 3 മടങ്ങ് പറയുന്നത്. ആ രീതിയിൽ നമ്മളിതിനെ കാണുമ്പോൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവ്. ഓഫ് കോഴ്സ് നമ്മൾ അത് പറയുമ്പോൾ നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളെയും നമ്മൾ അഭിനന്ദിക്കണം. കാരണം യുനാനിമസ് ആയിട്ടാണ് ഈ തീരുമാനം. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള, കേരളത്തിന്റെ അടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ അടക്കം നാഷണൽ ലെവലിൽ വളർച്ചയ്ക്കാക്കം കൂട്ടുന്ന ഒരു വളരെ ക്രിയാത്മകമായ, വളരെ ബ്രില്യൻ്റായ, ഏറ്റവും നവീനമായ ഒരു നടപടിയായിട്ട് GST കട്ടിനെ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. ആ രീതിക്കാണ് ഇതുവരെയുള്ള കണക്കുകൾ നമ്മെ ബോധിപ്പിക്കുന്നതും. ഏറ്റവും വളർച്ച തിരിച്ചു പിടിക്കുവാനും വിലക്കയറ്റം നിയന്ത്രിക്കുവാനും അങ്ങനെ രണ്ട് ഒബ്ജക്റ്റീവും സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു വലിയ നല്ലൊരു നടപടിയായിട്ടാണ് GSTയെ നാം ഈ ഒരു ഹൈൻസൈറ്റോടു കൂടി, ഇപ്പോൾ ഏകദേശം 15-20 ദിവസം കഴിഞ്ഞതോടുകൂടി നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുന്നത്. മാനേജ്മെന്റ്, ആ മോഡിഡോമിക്സ്, അത് കൃത്യമായി തന്നെ ഫലം കണ്ടു, അങ്ങനെ ചുരുക്കി പറയാല്ലേ? അതല്ല, എപ്പോഴും നമ്മുടെ ഉദ്ദേശം, ഇപ്പൊ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ മോഡിയും പിന്നെ ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരും ഒക്കെ ആത്യന്തികമായി ഈ പണനയത്തെയും നമ്മുടെ സാമ്പത്തിക നയത്തെയും ഗവൺമെന്റ് പോളിസിയും ഒക്കെ നയിക്കപ്പെടുന്നത് അന്ത്യോദയ എന്നുള്ള ഒരു ചിന്തയാണല്ലോ. അതായത് ഈ ക്യൂവിൽ അവസാനം നിൽക്കുന്ന ആളിന് എന്ത് പ്രയോജനമുണ്ടാകും, ക്യൂവിൽ അവസാനം നിൽക്കുന്ന ആളിന് എന്തൊക്കെയാണ് മെച്ചം നമുക്ക് കൊടുക്കുവാൻ സാധിക്കുക, അയാളുടെ ജീവിത നിലവാരം എങ്ങനെ ഉയർത്തുവാൻ പറ്റും, അയാൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പരമാവധി എന്തൊക്കെ രീതിയിലുള്ള നടപടികൾ കൂടി നമുക്ക് നൽകുവാൻ സാധിക്കും എന്നുള്ള ചിന്ത അടിസ്ഥാനപരമായിട്ടുണ്ടെങ്കിൽ ബാക്കി നമ്മൾ ചെയ്യുന്നതിൽ, ഇപ്പം ഈ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 10-ൽ 10 ഡിസിഷനും ശരിയാവണമെന്നില്ല. പക്ഷെ ഈ ചിന്ത, അന്ത്യോദയ എന്നുള്ള ചിന്ത നമ്മുടെ പ്രവർത്തനത്തിനെയും പോളിസിയെയും നയപരമായ തീരുമാനങ്ങളെയും ഒക്കെ നയിക്കുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി പ്രയോജനം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വ്യത്യാസമില്ലാതെ, പ്രദേശ, വർഗ, റിലിജിയൻ, മത ഒരു വിവേചനമില്ലാതെ എല്ലാവർക്കും സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളതിന്റെ ഒരു പ്രാവർത്തികമായിട്ടുള്ള നയമായിട്ട് വേണം, പ്രാവർത്തികമായിട്ടുള്ള നടപടിക്രമങ്ങളായിട്ട് വേണം ഈ സർക്കാരിന്റെ പൊതുവെയുള്ള തീരുമാനങ്ങൾ ഞാൻ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന്റെ അർത്ഥം എല്ലാ തീരുമാനങ്ങളിലും പ്രശ്നമില്ലെന്നല്ല, പക്ഷെ മൊത്തത്തിൽ ഈ ഒരു ഫിലോസഫി, അന്ത്യോദയ എന്നുള്ള ഫിലോസഫിയിൽ അടിസ്ഥാനപ്പെടുത്തിയ നയങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായും അതിന്റെ ഗുണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ എല്ലാവർക്കും, രാജ്യത്തിനും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ഒക്കെ ഗുണം ചെയ്യും എന്നുള്ളതിൽ സംശയം എനിക്കില്ല. യെസ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. വളരെയധികം നന്ദി ശ്രീ ആദികേശവൻ സാർ ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഒപ്പം ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.